ഹലോ ഗായ്സ്, വെൽക്കം ടു ആർ കെ ടോക്സ്. സോ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ഞാൻ നേരത്തെ കുറച്ച് സ്ട്രാറ്റജി സീരീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് പൊളിറ്റിയുടെ സ്ട്രാറ്റജി കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളെ ക്ലിയർലി മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനോട് ബന്ധപ്പെട്ട് ഏതൊക്കെ എൻ സി ആർ ടികൾ വായിക്കണം, അല്ലെങ്കിൽ ഏതൊക്കെ പുസ്തകങ്ങൾ നമ്മൾ ഈ പറഞ്ഞ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കും എൻ സി ആർ ടീസും സ്റ്റാൻഡേർഡ് ബുക്സ്, ഏതൊക്കെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യണം, അങ്ങനെ കുറച്ച് ഐഡിയാസ് മിക്കവാറും ഡൗട്ട്സ് കാണും. കാരണം നമുക്ക് സ്ട്രാറ്റജിയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. അപ്പോൾ നമുക്ക് ഏതൊക്കെ ബുക്ക് വാങ്ങണം, അതാണ് ഈ പറഞ്ഞ എൻ സി ആർ ടി ഏതൊക്കെ ബുക്കാണ് നമ്മൾ ബുക്ക് ലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ടതെന്ന് ക്ലിയർലി നമുക്ക് അറിയത്തില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഐഡിയയ്ക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. അതായത് നിങ്ങളിപ്പോൾ പറഞ്ഞ പൊളിറ്റി കോർ സബ്ജക്ട്സ് കാണും. ഫോർ എക്സാമ്പിൾ പൊളിറ്റി എടുക്കുക, അല്ലെങ്കിൽ നമുക്കിപ്പം ഹിസ്റ്ററി എടുക്കുക, അല്ലെങ്കിൽ നമ്മളിപ്പം ജോഗ്രഫി അല്ലെങ്കിൽ എക്കണോമിക്സ്, ഇങ്ങനെ കോർ സബ്ജക്ട്സ് എടുക്കുമ്പോഴത്തേക്കും ഈ സബ്ജക്ട്സിൽ ഏതൊക്കെ പുസ്തകങ്ങൾ നമ്മൾ വായിക്കണം എന്നുള്ള ക്ലിയറുള്ള ഐഡിയ നമുക്ക് വേണം. കാരണം നമുക്കൊരു സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ മാത്രമേ ഈ പുസ്തകങ്ങളൊക്കെ നമുക്ക് സോൾവ് ചെയ്ത് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഐഡിയാസ് ഒക്കെ വെച്ച് പറയാൻ പറ്റും. ഈ ഒരു കാര്യങ്ങളൊക്കെ ക്ലിയർലി ഞാൻ ഈ വീഡിയോയിലൂടെ മെൻഷൻ ചെയ്തതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഒരു 120 days ചാലഞ്ച് എന്ന രീതിയിൽ ഒരു കാര്യം ഞാൻ പറയുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് എൻ സി ആർ ടീസ് നിങ്ങൾ മേടിച്ചതിന് ശേഷം നിങ്ങൾക്ക് എങ്ങനെ അത് കവർ അപ്പ് ചെയ്യാന്നുള്ള ഐഡിയ ഞാൻ ഒരു സീരീസിലൂടെ പറഞ്ഞു. ഞാൻ ഒരു യൂസ് ചെയ്ത ഐഡിയ ആണ്. അപ്പോൾ ഈ ഐഡിയ ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു 120 days നിങ്ങൾ ടാർഗറ്റ് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എൻ സി ആർ ടി കവർ അപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഈ രണ്ട് കാര്യങ്ങൾ പ്ലസ് എന്തൊക്കെ സ്റ്റാൻഡേർഡ് ബുക്സ് ആണ് നമുക്ക് വായിക്കേണ്ടതെന്നും ഇതിലൂടെ ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഈ സ്റ്റാൻഡേർഡ് ബുക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം ഞാൻ ഫോളോ ചെയ്ത ബുക്സ് ആയി ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. അതൊരിക്കലും നിങ്ങൾ ഇത് തന്നെ വാങ്ങുന്നത് ബ്ലൈൻഡ് ഫോൾഡ് ആയിട്ട് പറയുന്നില്ല, ഒരു ബ്ലൈൻഡ്ലി ബിലീവ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഏതാണോ സൂട്ടബിൾ ആയിട്ട് ചിലപ്പോൾ മൾട്ടിപ്പിൾ ബുക്സ് കാണും, പക്ഷെ മോസ്റ്റ് ഓഫ് ദി ആസ്പിറൻസ് ഫോളോ ചെയ്തതും ഏറ്റവും കൂടുതൽ ആൾക്കാർ റെക്കമെൻഡ് ചെയ്ത പുസ്തകങ്ങളായിരിക്കും എല്ലാവരും വായിക്കുന്നത്. അപ്പം ഞാനും അങ്ങനെയാണ് വായിച്ചത്. അതിൽ നിന്ന് എനിക്കൊരു ഇൻസൈറ്റ്സും കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ എന്തിനാണ് എൻ സി ആർ ടി ബുക്ക് വായിക്കുന്ന പലർക്കും ഡൗട്ട് ആണ്. ഞാൻ എന്തിനാണ് എൻ സി ആർ ടി, എനിക്ക് എന്തുകൊണ്ട് സ്റ്റാൻഡേർഡ് ബുക്ക് വായിച്ചുകൂടാ? ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ച, പ്ലസ് ടു പഠിച്ച, എന്തോ ആയിക്കോട്ടെ, ഞാൻ ഇങ്ങനെയൊക്കെ എക്സെട്ര ആൾക്കാരാണ്. പക്ഷെ ഞാൻ എന്തിനാ എൻ സി ആർ ടി വായിക്കണം? എനിക്ക് എന്തുകൊണ്ട് അത് വായിച്ചുകൂടാ? ഓക്കെ, യു ക്യാൻ. ബട്ട് എന്തുകൊണ്ട് എൻ സി ആർ ടി വായിക്കണം എന്ന ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കണം. എന്തിനാണ് എൻ സി ആർ ടിയുടെ ഉപയോഗം? കാരണം അതൊരു സ്ട്രോങ് ഫൗണ്ടേഷൻ നമുക്ക് തരുന്നുണ്ട്. ഇതാണ് ഇമ്പോർട്ടൻറ്റ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഏതൊരു കാര്യം ചെയ്താലും നിങ്ങൾക്ക് എന്ത് ചെയ്യണം, അതിനൊരു ഫൗണ്ടേഷൻ ഉണ്ടാവണം. ഈ ഫൗണ്ടേഷൻ ഇല്ലാതെ നമുക്ക് ഒന്നും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, മുമ്പോട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതിപ്പോൾ നിങ്ങളിപ്പം എക്സാമിന് പഠിച്ചാൽ ലൈഫിൽ എന്ത് കാര്യം ചെയ്താൽ നമ്മൾ അടിത്തറ ഉണ്ടാക്കിയെടുക്കും, എന്ത് കാര്യത്തിനും. ആ ഒരു അടിത്തറ എന്ന് പറയുന്നതാണ് ഈ പറഞ്ഞ എൻ സി ആർ ടീസ്. ഇപ്പം നിങ്ങൾ ഹിസ്റ്ററി എടുക്കുക, ഏൻഷ്യൻ്റ് ഇന്ത്യ വായിച്ചതിന് ശേഷം മെഡിവൽ വായിച്ച് മോഡേൺ ഇന്ത്യ വായിക്കുന്നവന് എന്ത് ചെയ്യാൻ പറ്റും, ആ ടൈം ലൈൻ മനസ്സിലാവും. ഓടിച്ചത് മോഡേൺ ഇന്ത്യ വായിക്കുന്ന ചില ബാക്ക് നടന്ന കാര്യം എന്താണ്, ഡൽഹി സുൽത്താനേറ്റ് എന്തായിരുന്നു, ആ പറഞ്ഞ 1296 വന്നതും കാര്യങ്ങളും ഒന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. അതേപോലെ ഏൻഷ്യൻ ഇന്ത്യയിൽ നമ്മൾ പഠിക്കും ഹാരപ്പൻ സിവിലൈസേഷൻ എന്താണ്, അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് നടന്ന ഫോർ എക്സാമ്പിൾ വേദിക് ഏജ് നമ്മളൊരു ക്രൊണോളജി ആയിട്ട് പഠിക്കും. അതായത് വേദിക് ഏജ് മഹാജൻപദ വരുന്നു, ഈ പറഞ്ഞ ഒരു ക്രോണോളജി ഉണ്ട്. ആ ക്രോണോളജി നമുക്ക് മനസ്സിലാവില്ല. ബുദ്ധിസം വന്ന എപ്പോഴാണ്, ജൈനിസം വന്ന എന്താണ്, ആ ഒരു ഐഡിയാസ്, വിജയനഗര എംപയർ എപ്പം വന്നു, ഏത് വർഷം വന്നു, അങ്ങനെ കാര്യം. അപ്പം കുറെ മിക്സ്ഡ് അപ്പ് ആയി പോകും. കാരണം നിങ്ങളിപ്പോൾ എൻ സി ആർ ടി വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത്, ആ ഒരു ക്രോണോളജി കിട്ടും, ടൈം ലൈൻ കിട്ടും, കാര്യങ്ങൾ കുറച്ചുകൂടി ഈസിലി മനസ്സിലാവാൻ ശ്രമിക്കാം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ അണ്ടർസ്റ്റാൻഡിങ്. ഒബ്വിയസ് നമുക്ക് തന്നെ വായിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. കാരണം എൻ സി ആർ ടിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അവരത് എഴുതിയിരിക്കുന്നത് വെച്ചാൽ നമുക്ക് ഇപ്പോൾ കുട്ടികൾ വായിക്കുന്ന, നമ്മൾ ഒരു ആൾക്കാർ വായിക്കുന്നത്, നമ്മൾ സ്കൂളിൽ പഠിച്ചപ്പോൾ ആ എൻ സി ആർ ടി തന്നെ 6 to 12. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കി എക്സാമ്പിൾ വെച്ച് അവർ പഠിപ്പിച്ചു, അപ്പോൾ ഈസി ആയി. പിന്നെന്താണ് യു പി സിലബസ്. ഇത് നേരത്തെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. ബൈ ഹാർട്ട് ദ സിലബസ്. വേറെ ഒരു വഴിയില്ല. അത് നിങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ ബൈ ഹാർട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കാണ് ഗുണം. കാരണം GS1, GS2, GS3, GS4 ഏതൊക്കെ സബ്ജക്ട്സ് വരുന്നു, GS1 സബ്ജക്ട് ഏതാണ്, GS2 കോൺസ്റ്റിറ്റ്യൂഷൻ എവിടെ വരുന്നു, അല്ലെങ്കിൽ പൊളിറ്റി എവിടെ വരുന്നു എന്ന് ക്ലിയർലി നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾക്ക് സിലബസ് കൃത്യമായിട്ട് മനസ്സിലാകണം. സിലബസ് മനസ്സിലാക്കി നിങ്ങൾക്ക് ഒരു ബുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുമോ? മനസ്സിലായില്ലേ? അല്ലാതെ ഇപ്പം ഞാൻ ഈ ബുക്ക് ഓടിച്ച ബുക്ക് വാങ്ങുന്നത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ട് ഓക്കെ ഈ പുസ്തകം എനിക്ക് വാങ്ങണം എന്നുള്ള ക്ലിയർലി മനസ്സിലായി ഏതൊക്കെ ബുക്കുകൾ വായിക്കാനുള്ള ഐഡിയ കിട്ടും. ദെൻ ഹിസ്റ്റോറിക്കൽ കൾച്ചർ. നമ്മളെ ഇപ്പം ഇന്ത്യയാണ്, ഇന്ത്യയുടെ സോഷ്യോ കൾച്ചറൽ റിലീജിയസ് കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും നമുക്കിപ്പോൾ വേദിക് ഏജ് വായിക്കുമ്പോൾ കുറേ രീതിയിൽ പണ്ട് കാലത്ത് നടന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും. ഹിസ്റ്ററി എക്സാമ്പിളാണ് ഞാൻ പറയുന്നത്. ഫോർ ജോഗ്രഫി എടുത്തു, ജോഗ്രഫി എടുക്കാൻ ഇങ്ങനെയാണ് ഇപ്പോൾ കോണ്ടിനെന്റ് ഉണ്ടായത്, കോണ്ടിനെന്റ് ഡ്രിഫ്റ്റ് ചെയ്ത്, ഈ പാൻകിയ എന്ന് പറഞ്ഞ ഒരു സി, പാന്തലാസ എന്ന സി, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഒറിജിൻ ഓഫ് റോക്സ്, എങ്ങനെ ഒറിജിൻ, അങ്ങനെ കുറച്ച് കാര്യം, ഇങ്ങനെ ഒറിജിനിറ്റി, ഹിസ്റ്റോറിക്കലിറ്റി, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി എക്സ്പോഷർ കോമൺ ടെർമിനോളജി ടുവേർഡ്സ് യു പി എസ് സി ക്വസ്റ്റ്യൻ. ഇപ്പോൾ യു പി എസ് സി എക്സാമിൽ തന്നെ കുറേ ടെർമിനോളജീസ് ഒക്കെ ചോദിക്കാറുണ്ട്. ഡയറക്ട്ലി ഫ്രം ഹിസ്റ്ററി, ഫ്രം ജോഗ്രഫി, പൊളിറ്റി, എക്കണോമിക്സ് നിങ്ങൾ എടുത്താലും കുറേ ക്വസ്റ്റ്യൻസ് ഡയറക്ട്ലി ടെർമിനോളജി ബേസിൽ ചോദിക്കാറുണ്ട്. ഇതിനുള്ള ഐഡിയാസ് കിട്ടണം നിങ്ങൾക്ക്. യു ഹാവ് ടു റീഡ് ദ NCERTs, there is no doubt. Then affordable and easy accessible. NCERT ബുക്ക് ഇപ്പോൾ ഇനി കിട്ടത്തില്ല എന്ന്, കാരണം സ്റ്റാൻഡേർഡ് ബുക്ക് ചിലപ്പോൾ അന്വേഷിച്ച് കിട്ടിയില്ല എന്ന് പറയുന്ന ഫ്രണ്ട്സ് കാണും. പക്ഷെ എങ്കിൽ പോലും നിങ്ങൾ മനസ്സിലാക്കണം, NCERTs അവൈലബിൾ ആണ്. കാരണം നിങ്ങളെ ഇപ്പം കൂട്ടുകാരോ അവരോ ഇവരൊക്കെ ചിലപ്പോൾ 6ാം ക്ലാസ് 12ാം ക്ലാസ് കുട്ടികൾ കാണും. എൻ്റെ ഒരു ഐഡിയയിൽ എപ്പോഴും റിവൈസ്ഡ് ന്യൂ എഡിഷൻസ് ഒക്കെ ഏത് കാര്യത്തിനും വായിക്കാൻ വേണ്ടി ഇറങ്ങുക. റിവൈസ്ഡ് എഡിഷൻസ് വായിക്കുക. നമ്മൾ എപ്പോഴും അപ്ഡേറ്റ് ആയിരിക്കും, നമുക്ക് നല്ലതായിരിക്കും.
ദെൻ എഫക്റ്റീവ്നെസ് ഓഫ് അതർ സ്റ്റഡി മെറ്റീരിയൽസ്. കാരണം ഞാൻ പറഞ്ഞ ഏതൊരു സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾ എടുത്താലും NCERTസിന്റെ തട്ട് താന്ന് തന്നെ ഇരിക്കും. കാരണം മെജോറിറ്റി ഓഫ് ദി ക്വസ്റ്റ്യൻസ് നിങ്ങൾ എക്സാമിന് തന്നെ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മിക്ക ക്വസ്റ്റ്യനും സോൾവ് ചെയ്യാൻ പറ്റും. എങ്ങനെ? NCERTs വെച്ച് തന്നെ. ഏകദേശം കട്ട് ഓഫിന്റെ അടുത്ത് എത്തേണ്ട മാർക്സ് ഒക്കെ നേടിയിട്ട് ചില എക്സാം ടഫ് ആയിരിക്കും ബേസ്ഡ്, ബട്ട് ഒബ്വിയസ്ലി മോസ്റ്റ് ഓഫ് ദി ക്വസ്റ്റ്യൻസ് വിൽ ആസ്ക് ഫ്രം ദി NCERTs. അത് ഞാൻ അഷ്യൂർ ചെയ്യാം. നിങ്ങൾ NCERT വായിക്കാതെ നിങ്ങൾ സ്റ്റാൻഡേർഡ് ബുക്ക് മാത്രം വായിച്ച് എക്സാം എഴുതാൻ പറ്റുമെന്ന് വെച്ചാൽ കുറച്ച് ഈസി. അങ്ങനെ ആൾക്കാരുണ്ടോ എന്ന് എനിക്കറിയാം. പക്ഷേ എൻ്റെ പെർസ്പെക്റ്റീവിൽ ഞാൻ കാണുന്ന NCERT ഇമ്പോർട്ടൻ്റ്. NCERT വായിച്ചതിന് ശേഷം സ്റ്റാൻഡേർഡ് ബുക്സ് വായിച്ചാൽ നിങ്ങൾക്ക് അത് എത്ര വർഷം നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് മുതൽക്കൂട്ടായിരിക്കും. നാളെ നിങ്ങൾക്ക് അതിനെ പുറകെ പോകേണ്ടി വരില്ല. ദെൻ എപ്പോഴും പറഞ്ഞില്ല, NCERTസും UPSCയും അലൈൻ ചെയ്തുള്ള 2 സബ്ജക്ട്സ് ആണ്. കാരണം അതിന്റെ ക്വസ്റ്റ്യൻസും ഇത് എക്സാം റിക്വയർമെന്റ്സ് വെച്ച് ക്ലിയർലി മെൻഷൻ ചെയ്തിട്ടുണ്ട്. NCERT വായിച്ചത് UPSC എക്സാമിന് വേണ്ടി മാത്രമല്ലല്ലോ. നിങ്ങളിപ്പോൾ ഏതൊരു എക്സാം എഴുതാൻ പോയാലും NCERT ഇമ്പോർട്ടൻ്റ്. സ്റ്റേറ്റ് ലെവൽ PSCസിൽ SCERT ആണെന്ന് പറയാം. എല്ലാം സംഭവമൊക്കെ സെയിം തന്നെയാണ്. എല്ലാത്തും കാര്യങ്ങളൊക്കെ സെയിം ആയിരിക്കും. പക്ഷെ നിങ്ങൾ പഠിക്കുന്ന രീതിയാണ് വ്യത്യാസം. UPSC കുറച്ചും കൂടെ കോൺസെപ്റ്റൽ ആയിട്ട് ക്ലാരിറ്റിയോട് കൂടി പഠിക്കുക. അത് മതി നിങ്ങൾ ഏറെ എക്സാം എഴുതാൻ പോയാലും. മനസ്സിലായില്ലേ? ദെൻ ഓഫൺ സക്സസ് UPSC ടോപ്പേഴ്സും എക്സ്പേർട്സും പറഞ്ഞ പുസ്തകങ്ങൾ തന്നെയാണ് ഈ പറഞ്ഞ ഞാനും പഠിച്ചത്. അത് തന്നെയാണ് എന്നെ പോലുള്ള പല ആസ്പിറൻസും വർഷങ്ങളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ആഡ് ഓൺ ചെയ്യണം നമ്മൾ അഡിഷൻ ആണ്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ഹിസ്റ്ററിക്ക് ഒരു ഏൻഷ്യൻ ഇന്ത്യ അല്ലെങ്കിൽ പറഞ്ഞ ബുക്ക് വായിച്ചു, അല്ലെങ്കിൽ മോഡേൺ ഇന്ത്യക്ക് ഒരു ബുക്ക് വായിച്ചു, എനിക്ക് ബുക്ക് കുറച്ചും കൂടെ ആഡ് ഓൺ ചെയ്യണമെങ്കിൽ ഐ ക്യാൻ ഏബിൾ ടു ഗോ ഫോർ അതർ ബുക്സ്. സോ അത് വായിച്ച് ഞാൻ കൂടുതലും ഈസി ആവും. ഫോർ എക്സാമ്പിൾ ഇപ്പം ഇന്ത്യ ദാറ്റ് ഇസ് ഭാരത് എന്ന് പറഞ്ഞൊരു ബുക്കാണ്. എന്താ സായി ദീപകിന്റെ ഒരു ബുക്ക് ഞാൻ മുമ്പ് ഒന്ന് വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ആഡ് ഓൺ ചെയ്ത ബുക്കുകളാണ്. ഫോർ എക്സാമ്പിൾ അങ്ങനെ പല ഹിസ്റ്റോറിയൻസിന്റെ പല ബുക്കുകൾ ഞാൻ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. കാരണം കാര്യങ്ങൾ മനസ്സിലാക്കാനും കുറച്ചുകൂടി ഈസി അണ്ടർസ്റ്റാൻഡിംഗ് വേണ്ടി ഞാൻ ചെയ്തിട്ടുണ്ട്. ദെൻ റിയൽ വേൾഡ് ആപ്ലിക്കേഷൻസ് ഇൻ ആൻസറിങ് ദ വേൾഡ്. ഈ പറഞ്ഞ റിയൽ വേൾഡിലെ കുറച്ച് എക്സാമ്പിൾസും കാശ് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് ഇമ്പോർട്ടൻസ് നമ്മൾ വായിക്കുന്നതിന്റെ. ദെൻ ഹൗ ടു സ്റ്റഡി. ഓക്കെ, നമ്മളിപ്പം ബുക്ക് കിട്ടി, ശരി, എങ്ങനെ പഠിക്കണം എന്നുള്ളൊരു ഐഡിയ ഉണ്ട്. പ്രധാനമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക, കോൺസെപ്റ്റ് മനസ്സിലാക്കുക. നിങ്ങൾ വായിക്കുക. ഒരു ഫസ്റ്റ് റീഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ച് കോൺസെപ്റ്റ് മനസ്സിലാക്കുക. ഈ കോൺസെപ്റ്റ് നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യുക. നിങ്ങൾക്ക് 2 രീതിയിൽ ചെയ്യാം. ഒന്നെങ്കിൽ നിങ്ങൾക്കൊരു ബുക്ക് ഇതിനു വേണ്ടി കീപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ മാർക്ക് ചെയ്ത് പോവുക. ദെൻ ടേക്ക് നോട്ട്സ്. ഞാൻ പറയില്ല, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് സംഭവമാണ്. നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. നോട്ട് ടേക്കിംഗ് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ഡോണ്ട് എവർ സ്കിപ്പ് ദിസ് തിങ്. കാരണം നിങ്ങൾ നോട്ട് മേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കാണ് ഗുണം, വേറെ ആർക്കും നോട്ട്. കാരണം ഒരിക്കലും വേറൊരാളെ നോട്ട് നോക്കി പഠിക്കാൻ ശ്രമിക്കാതിരിക്കുക. കാരണം നിങ്ങൾ വായിച്ച് നിങ്ങളെ നോട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് പിന്നെ ഭാവിയിൽ ഉപകാരപ്പെടും. പ്ലസ് നിങ്ങൾക്ക് ഈ പറഞ്ഞ എക്സാമിന് ഈസിലി വേയിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും പറ്റും. കാരണം നോട്ട് ഉണ്ടാക്കാൻ വേണ്ടി ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഒരു എളുപ്പ വഴി ഞാൻ പറഞ്ഞുതരാം. അതായത് എൽ ഷേപ്പ് എന്ന് പറഞ്ഞ ഫോൾഡേഴ്സ് നമുക്ക് ഈ പറഞ്ഞ ഷോപ്പിലൊക്കെ കിട്ടും. നിങ്ങൾ കടയിൽ ഇപ്പോൾ എൽ ഷേപ്പ് ഫോൾഡേഴ്സ് വെച്ച് അവർ തരും. ആ ഫോൾഡറിനകത്ത് പൊളിറ്റിക്ക് ഒരു ഫോൾഡർ വെക്കണം, എക്കണോമിക്സിൻ്റെ ഒരു ഫോൾഡർ, ദെൻ ഏൻഷ്യൻ്റ് ഇന്ത്യയും മെഡിവൽ ഇന്ത്യക്കും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഫോൾഡർ കീപ്പ് ചെയ്യുക. മോഡേൺ വേണ്ടി ഒരു ഫോൾഡർ കീപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര ഫോൾഡർ? 2, 3, 4 ഫോൾഡർ. അങ്ങനെ IRനൊരു ഫോൾഡർ, ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഒരു ഫോൾഡർ, എത്തിക്സിന് ഒരു ഫോൾഡർ. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ പൊളിറ്റി വായിച്ചു, NCERT വായിച്ചു, പ്ലസ് സ്റ്റാൻഡേർഡ് ബുക്ക് നിങ്ങൾ വായിക്കുന്നു. ഇതിൻ്റെയൊക്കെ നോട്ട്സ് നിങ്ങൾക്ക് ഈ പറഞ്ഞ ഫോൾഡറിൽ ഉണ്ടാക്കിയെടുത്ത് ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് ഉണ്ടാക്കണം. അല്ലാതെ ഇപ്പം അത് 300 പേജ് നിങ്ങളുടെ നോട്ട് 500 പേജ് ആക്കി കളയും. കോംപ്രിഹെൻസീവ്ലി മനസ്സിലാക്കി ഹൈലൈറ്റ് ചെയ്ത് പഠിച്ചാൽ ഇത് നിങ്ങൾ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. നാളെ നിങ്ങൾ ആ ബുക്ക് വായിക്കേണ്ട കാര്യം. ഇത് റിവൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ ബ്രെയിൻ എടുത്തോളും കാര്യങ്ങളൊക്കെ. ഞാൻ ഫോളോ ചെയ്ത് അങ്ങനെയാണ്. കാരണം ഇന്ന് ഞാൻ ആ ഒരു ഫോൾഡർ മാത്രമാണ് ഇന്ന് യൂസ് ചെയ്യുന്നത്. ഇന്നും ആ കാര്യങ്ങൾ മനസ്സിലാക്കാൻ യൂസ് ചെയ്യുന്നത്. കാരണം അഡീഷൻസ് പറഞ്ഞ കറണ്ട് അഫയേഴ്സ് വരും. അത് നിങ്ങൾക്ക് എന്ത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പൊളിറ്റി, ഗവർണറിനെ പറ്റി നിങ്ങൾ ഒരു ആർട്ടിക്കിൾ വായിച്ചു. നിങ്ങൾക്ക് ആ പറഞ്ഞ ലക്ഷ്മികാന്തിൽ സ്റ്റാൻഡേർഡ് ബുക്കിൽ NCERT ഇല്ലാത്ത കുറച്ച് കാര്യങ്ങൾ കിട്ടുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു A4 ഷീറ്റ് പേപ്പർ മാത്രമേ യൂസ് ചെയ്യാവൂ. നോട്ട് ബുക്സ് യൂസ് ചെയ്യില്ല മാക്സിമം നോട്ട്സ് ഉണ്ടാക്കാൻ. കാരണം ഈ A4 ഷീറ്റ് പേപ്പറുകൾ ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇടയ്ക്കിടയ്ക്ക് കയറ്റി ഈസിയാണ്. മറ്റേ നിങ്ങൾ വലിച്ചു കയറേണ്ടി വരും. ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ട് ഗവർണറുടെ കാര്യം കിട്ടി, ഗവർണർ ഈ പറഞ്ഞ നിങ്ങൾ കാര്യം പഠിക്കുന്നു, പഠിച്ചിട്ട് ഗവർണർ കഴിഞ്ഞ് അടുത്ത ചാപ്റ്റർ പഠിക്കുമ്പോഴത്തേക്ക് പിന്നെ ഗവർണറെ കുറിച്ച് എന്തെങ്കിലും അറിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ചെന്ന് വലിച്ചു കയറി എഴുതാനും പറ്റില്ല. പകരം എന്ത് ചെയ്യുക, ഒരു A4 ഷീറ്റ് പേപ്പറുകൾ നിങ്ങൾക്ക് അടുത്തൊരു പേപ്പർ എന്ത് ഇൻക്ലൂഡ് ചെയ്യാം. അതാണ് ഈസി വേ. അപ്രോക്സിമേറ്റ്ലി ഈസി. അല്ലാതെ 5-6 ബുക്ക് ഇങ്ങനെ പൈൽ ചെയ്യണേക്കാട്ടും നല്ലതാണ് നിങ്ങൾ പറഞ്ഞ ചെറിയ പേപ്പറിൽ A4 ഷീറ്റ് പേപ്പറിൽ ഫോൾഡേഴ്സ് ഉണ്ടാക്കി ചെയ്യുന്നത്. വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എഫിഷ്യൻറ്റ് വേ ആണെന്ന് ഞാൻ പറയും. ഈ പറഞ്ഞ രീതിയിൽ നോട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ ക്ലാരിറ്റിയിൽ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ കൃത്യമായി പറഞ്ഞുതരാം. പിന്നെ എങ്ങനെയാ സമ്മറൈസ്, ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ ഓരോ ചാപ്റ്റർ വായിക്കാൻ വേണ്ടി ബാക്കി സമ്മറൈസ് ആണ്, അത് വായിക്കുക, കൃത്യമായിട്ട് അത് വായിക്കുക, കുറച്ചുകൂടെ മനസ്സിലാവും. കറണ്ട് അഫയേഴ്സ്, ഈ കറണ്ട് അഫയേഴ്സിൽ ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ നിങ്ങൾ കറണ്ട് അഫയേഴ്സ് വായിക്കുമ്പോൾ കിട്ടുന്ന ഐഡിയാസ് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ കാര്യത്തിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കറണ്ട് അഫയേഴ്സിൽ കിട്ടുന്ന വായിക്കുക. പിന്നെ എന്ത് ചെയ്യുക, നിങ്ങളെ എക്സസൈസ് സോൾവ് ചെയ്യുക, ഡയഗ്രാംസ്, ഇലിസ്ട്രേഷൻ, വിഷ്വലൈസേഷൻ ഒരു ഇമ്പോർട്ടൻറ്റ് സംഭവമാണ്. അതായത് നിങ്ങൾ എന്ത് പഠിച്ചാലും വിഷ്വലൈസ് ചെയ്ത് പഠിക്കുക. എന്ത് പഠിച്ചാൽ നിങ്ങൾ വിഷ്വലൈസേഷൻ പഠിക്കാൻ ശ്രമിക്കുക. വിഷ്വലൈസേഷൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു കാര്യം വിഷ്വലൈസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ കാര്യങ്ങൾ പിന്നെയും മനസ്സിലാവാൻ ഈസി ആയിരിക്കും.
ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ ഒരു ബാറ്റിൽ ഓഫ് ബക്സർ അല്ലെങ്കിൽ പറഞ്ഞ ഏതെങ്കിലും ഒരു ബാറ്റിലോ അല്ലെങ്കിൽ ഹിസ്റ്ററിയുടെ കാര്യങ്ങളോ ഇത് നടന്നതായിട്ടും ആ സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്തതായിരിക്കും നിങ്ങൾ ഗൂഗിളിൽ കയറി അവിടെ ഇവിടെയൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ എന്ത് ചെയ്യുക, UPSC സിലബസ് പിന്നെ റോട്ട് ലേണിംഗ് അവോയ്ഡ് ചെയ്യുക. ചില കാര്യങ്ങൾ മെമ്മറൈസ് ചെയ്യാനുള്ള കാര്യങ്ങൾ മാത്രം മെമ്മറൈസ് ചെയ്യുക, അല്ലാത്ത കാര്യങ്ങൾ മെമ്മറൈസ് ചെയ്തിരിക്കുക. ചുമ്മാ വായിച്ച് അതായത് കോൺസെപ്റ്റ് അനലൈസ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് കുറച്ച് ബുക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്, ബുക്സ് നിങ്ങൾ ഏതൊക്കെ ബുക്ക് വായിക്കണം ഏതൊക്കെ വാങ്ങണം എന്നുള്ളത് ഞാൻ ക്ലിയർലി മെൻഷൻ ചെയ്തത്. ഈ ഹിസ്റ്ററിയെ പറ്റി പറയുന്നത് ഇത് ഹിസ്റ്ററിയിൽ നിങ്ങൾ ഏതൊക്കെ ബുക്ക് വാങ്ങണം എന്നുള്ള ഒരു ബ്രോഡ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. അതായത് NCERT 6ാം ക്ലാസ്സിലെ അവർ പാസ്റ്റ് 1, പിന്നെ 7th സ്റ്റാൻഡേർഡിൽ അവർ പാസ്റ്റ് 2, 8th അവർ പാസ്റ്റ് 3, പിന്നെ 9th 10th അതിലെ കണ്ടംപററി വേൾഡ് 1, 2 ഈ 2 പുസ്തകങ്ങൾ വാങ്ങണം. പിന്നെ തീംസ് ഇൻ വേൾഡ് ഹിസ്റ്ററിയിൽ ഒരു 4 ബുക്സ് കാണും, ഇത് ഇത്രയും വാങ്ങണം. പിന്നെ ഈ പറഞ്ഞ് മെൻഷൻ ചെയ്തത് ആർട്ട് ആൻഡ് കൾച്ചർ ആണ്. ആർട്ട് ആൻഡ് കൾച്ചറിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ 11th 12th ആർട്ട് ആൻഡ് കൾച്ചർ വായിച്ചതിന് ശേഷം ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ഒരു സ്റ്റാൻഡേർഡ് ബുക്ക് ഉണ്ട്. അതായത് നിതിൻ സിംഗാനിയുടെ ബുക്കാണ്. ഞാൻ ഫോളോ ചെയ്ത ആ ബുക്കാണ്. കുറച്ച് ബൾക്കിയാണ്, പക്ഷേ ആവശ്യമുള്ളത് മാത്രം വായിക്കാം. നിതിൻ സിംഗാനിയുടെ ഒരു പുസ്തകമാണ് ആർട്ട് ആൻഡ് കൾച്ചറിന്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, വായിക്കുക. അതിൻ്റെ പിക്ചർ ഞാൻ കാണിച്ചുതരാം. അപ്പോൾ ആ ബുക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ ക്ലിയർലി വാങ്ങിക്കുക. ഒരു 6 ബുക്ക് ആണ്. ഹിസ്റ്ററിയുടെ ബുക്ക് ലിസ്റ്റ് നിങ്ങൾക്ക് സെറ്റായി. പ്ലസ് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ ഇത്ര സ്റ്റാൻഡേർഡ് ബുക്ക് വാങ്ങണം. ഇതിൻ്റെ കൂടെ തന്നെ RS ശർമ്മയുടെ ഏൻഷ്യൻ പാസ്റ്റും, പിന്നെ സതീഷ് ചന്ദ്രൻ്റെ മെഡീവൽ ഇന്ത്യയ്ക്കും, പിന്നെ വിപിൻ ചന്ദ്രയുടെ മോഡേൺ ഇന്ത്യ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഇത്രയും വായിച്ചതിന് ശേഷം നിങ്ങൾ ഈ പുസ്തകങ്ങൾ വായിച്ച് നോട്ട് ക്രിയേറ്റ് ചെയ്യുക. ഇത് ഇത്രയും വായിക്കുക, NCERT വായിക്കുക. എന്നിട്ട് നിങ്ങൾ പറഞ്ഞ സ്റ്റാൻഡേർഡ് ബുക്സ് ഫോളോ ചെയ്യുക. നിങ്ങൾ നോട്ട് ഉണ്ടാക്കുക. നിങ്ങളെ ഹിസ്റ്ററിയുടെ പരിപാടി കഴിഞ്ഞ്. പിന്നെ എന്ത് ചെയ്യുക, ഞാൻ പറഞ്ഞ ആർട്ട് ആൻഡ് കൾച്ചർ പറഞ്ഞിട്ടുണ്ട്, നിതിൻ സിംഗാനിയുടെ ബുക്ക്. ഈ ബുക്ക് നിങ്ങൾ വായിക്കുമെന്ന് വെച്ചാൽ ആദ്യം തൊട്ടിരുന്നുകൊണ്ട് വായിക്കേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾ ഏൻഷ്യൻ്റ് ഇന്ത്യ പഠിക്കും. ഏൻഷ്യൻ്റ് ഇന്ത്യ പഠിക്കുമ്പം ഹാരപ്പൻ സിവിലൈസേഷൻ പഠിക്കുമല്ലോ. ഈ ഹാരപ്പൻ സിവിലൈസേഷൻ പഠിക്കുമ്പം ഹാരപ്പൻ ഏൻഷ്യൻ്റ് ഇന്ത്യ പഠിച്ചതിന് ശേഷം പ്ലസ് ഉടനെ പോയി ആർട്ട് ആൻഡ് കൾച്ചറിൻ്റെ ബുക്ക് എടുക്കണം. അതിൽ ഹാരപ്പനെ പറ്റിയുള്ള ആർട്ട് ആൻഡ് കൾച്ചറും കാര്യങ്ങളും, ആർട്ട് ഏതൊക്കെ രീതിയിലുള്ള ഫ്ലറിഷ്മെൻറ്റും കാര്യങ്ങളും പറയുന്നു. അത് വായിക്കുക. അപ്പോൾ ആർട്ട് ആൻഡ് കൾച്ചർ സെറ്റായി. അതേപോലെ ഡൽഹി സൽത്താനയിൽ നിങ്ങൾ പഠിക്കുമ്പോൾ ഇതിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ആർട്ട് ആൻഡ് കൾച്ചർ ഡൽഹി സൽത്താനിനെ പറ്റിയുള്ള ആർക്കിടെക്ചർ ഉണ്ട്, അത് നിങ്ങൾ പഠിക്കുക. അങ്ങനെ രീതിയിൽ മെൻഷൻ ചെയ്ത് പഠിക്കുക. അപ്പം എന്ത് ഏകദേശം ഒരു പാരലായിട്ട് ഇതും കംപ്ലീറ്റ് ആവും അതും കംപ്ലീറ്റ് ആവും. അങ്ങനെ എപ്പോഴും ലിങ്ക് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. അല്ലാതെ ഈ ബുക്ക് വായിച്ചതിന് ശേഷം ആ ബുക്ക് അങ്ങനെയൊക്കെ എപ്പോഴും ലിങ്ക് ചെയ്ത് പഠിച്ചാൽ പിന്നെ നിങ്ങൾക്ക് ഈസി ആയിരിക്കും കാര്യങ്ങൾ. അപ്പം ലിങ്ക് ചെയ്യുന്ന പഠിക്കുന്നത് കാര്യം മറന്നു പോകല്. കാരണം അല്ലെങ്കിൽ പിന്നെ ഇത്രയും വലിയ ബൾക്ക് ബുക്ക് പഠിക്കാതെ ഭയങ്കര പാടാണ്. ഇതിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തീംസുകൾ മാത്രം പഠിക്കാൻ ശ്രമിക്കുക. അല്ലെ എല്ലാം ഇരുന്ന് വായിക്കാതിരിക്കുക. ഫോർ എക്സാമ്പിൾ കോയിൻസ് അതൊന്നും വലുതായിട്ട് ചോദിച്ച് കണ്ടിട്ടില്ല. ഇതിലിപ്പം പ്രധാനമായിട്ടും അങ്ങനെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ ഫെസ്റ്റിവൽസ് അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് സമയം കിട്ടുന്ന അനുസരിച്ച് എക്സാമിന് തലേന്ന് അങ്ങനെയൊക്കെ ഫാക്ച്വൽ ആയിട്ട് കാര്യങ്ങൾ അപ്പം മാത്രം പഠിക്കാൻ ശ്രമിക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ട് സിവിലൈസേഷൻ ഫോർ എക്സാമ്പിൾ ഹാരപ്പൻ സിവിലൈസേഷൻ അതിൽ കാണും. ഈ പിന്നെ പറഞ്ഞ ഡൽഹി സൽത്താനേറ്റ്, ടെമ്പിൾ ആർക്കിടെക്ചേഴ്സ്, ഇതൊക്കെ കൂടുതൽ ഈസി ആയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ദെൻ ജോഗ്രഫിക്കുള്ള ബുക്സുകളാണ് ഇത്രയും. ജോഗ്രഫിക്കൽ ഏകദേശം ഇത്രയും ബുക്കുണ്ട്. അതായത് എർത്ത് ഓർ ഹാബിറ്ററ്റ്, എൻവയോൺമെന്റ്, റിസോഴ്സ് ഡെവലപ്മെന്റ്, കണ്ടംപററി വേൾഡ് 1, 2, ഫണ്ടമെന്റൽ. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഹ്യൂമൻ ജോഗ്രഫിന്ന് കുറേ ക്വസ്റ്റൻസ് ഒക്കെ റീസെന്റ് ചെയ്യും. ഈ എക്സാം 2024ലും ജോഗ്രഫിന്ന് ഏകദേശം ഇമ്പോർട്ടൻറ്റ് കുറേ ക്വസ്റ്റൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ജോഗ്രഫിയിൽ സ്കിപ്പ് ചെയ്യൽ ക്ലിയർലി മെൻഷൻ. ജോഗ്രഫി എന്ന് പറയുന്നത് എപ്പോഴും വിഷ്വലൈസേഷനിലുള്ള കാര്യമാണ്. നിങ്ങൾ എന്തുമാത്രം വിഷ്വലൈസേഷനിലെ പടങ്ങളിലും കാര്യങ്ങളിലൂടെ പഠിക്കുന്നതെങ്കിൽ ഈസി ആയിരിക്കും. അതായത് ഫോർ എക്സാമ്പിൾ കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറി ഉണ്ടാകുന്നു, അത് എങ്ങനെ ഉണ്ടാകുന്നു, അതിൻ്റെ ഒറിജിൻ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുക. ഫോർ എക്സാമ്പിൾ ഈ പറഞ്ഞ 3 രീതി നമുക്ക് തിരിക്കാം. ക്ലൈമറ്റോളജി, ഓഷ്യനോഗ്രഫി, ഈ പറഞ്ഞ ജിയോ മോർഫോളജി എന്ന് പറഞ്ഞ് 3 രീതി ഘട്ടങ്ങളായിട്ട് തിരിക്കാം. അതായത് നമുക്ക് 2 ജോഗ്രഫി ഉണ്ട്, വേൾഡ് ജോഗ്രഫി ഉണ്ട്, ഇന്ത്യൻ ജോഗ്രഫി ഉണ്ട്. ഈ ഇന്ത്യൻ ജോഗ്രഫി പിന്നെ ഈസി ആയിരിക്കും. ഫോർ എക്സാമ്പിൾ അതിനകത്ത് ഈ പറഞ്ഞ ഏതൊക്കെ റിവേഴ്സ്, വാട്ടർ ബോഡീസ്, ഈ പറഞ്ഞ ഡ്രെയിനേജ് സിസ്റ്റംസ്, ഇതൊക്കെയാണ് കൂടുതലും വരുന്നത്. വേൾഡ് ജോഗ്രഫി നമ്മൾ 3 ആയിട്ട് തിരിക്കുന്നുണ്ട്. ക്ലൈമറ്റോളജി ആയിട്ട് തിരിക്കും, പിന്നെ ജിയോ മോർഫോളജി ഉണ്ട്, പിന്നെ അവസാനം ഓഷ്യനോഗ്രഫി. ഇതിൽ ജിയോ മോർഫോളജി ആയിരിക്കും കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് കൂടുതൽ. പക്ഷേ ഈ വർഷം ഏകദേശം ക്ലൈമറ്റോളജി തന്നെ അത്യാവശ്യം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ക്ലൈമറ്റ് അപ്പം എല്ലാത്തിനും ഈക്വൽ വെയിറ്റേജ് കൂടി പഠിക്കുക. ഈക്വൽ വെയിറ്റേജ് ഈ 3 സെക്ഷൻസും തീർക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്നിട്ട് ഇന്ത്യൻ ജോഗ്രഫി പോവുക. ഇന്ത്യൻ ജോഗ്രഫിയിൽ കുറച്ച് കാര്യങ്ങളാണ്, ആ കാര്യങ്ങളെ ക്ലിയർലി മെൻഷൻ പഠിക്കുക. ഇത് ഇത്രയും വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഇതിന്റെ കവറപ്പ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ കിട്ടും. നോട്ടുകൾ ഉണ്ടാകും. ജോഗ്രഫിയിൽ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ജോഗ്രഫിയിൽ നിങ്ങൾ ഇക്കാര്യങ്ങൾ ചെയ്യുക. പ്ലസ് ഈ പറഞ്ഞ ഒരു GC ലിയോങ്ങിന്റെ ഫിസിക്കൽ ജോഗ്രഫിയും പിന്നെ ഒരു അറ്റ്ലസ് നിങ്ങൾക്ക് വേണം. കാരണം അറ്റ്ലസ് വരെ ഇമ്പോർട്ടൻ്റ്. നിങ്ങൾ ജോഗ്രഫി പഠിച്ചു തുടങ്ങുന്ന അറ്റ്ലസ് വെച്ച് പഠിക്കുക. നിങ്ങൾ കാരണം വാട്ടർ ബോഡീസും കാര്യങ്ങളും മാർക്ക് ചെയ്ത് തന്നെ പോവുക. പ്ലസ് നിങ്ങൾക്ക് ഈ പറഞ്ഞ ജോഗ്രഫി പഠിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ള ഒരു വീഡിയോ ഉണ്ട്, ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. ഏതൊക്കെയാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്ന യൂട്യൂബ് ചാനൽസ് എന്തെങ്കിലും ആണ്, അത് ഞാൻ ഫോളോ ചെയ്ത് പറഞ്ഞുതരാം. ഈ പറഞ്ഞ ഇത്രയും പുസ്തകങ്ങളുണ്ട്. പിന്നെ പൊളിറ്റി, വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിൽ എല്ലാവർക്കും അറിയാവുന്ന എന്താണ് പൊളിറ്റി കോൺസ്റ്റിറ്റ്യൂഷണൽ വർക്ക്. ഇത് മാത്രമല്ല, ഇത് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ബുക്കാണ്. ഈ പറഞ്ഞ പൊളിറ്റിക്കൽ സയൻസിലെ 9, 10, 11, 12 പിന്നെ 12ാം ക്ലാസ്സിലെ പൊളിറ്റിക്കൽ സയൻസ് ഇതിലാണ്. ഇത് രണ്ടും നിങ്ങൾ വായിക്കുക. എന്ത് വന്നാലും വായിക്കുക. കാരണം പൊളിറ്റിയിൽ കുറേ കോൺസെപ്റ്റ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ലിബർട്ടി, ഇക്വാളിറ്റി, ഇതിൻ്റെ കോൺസെപ്റ്റ്സ്, അല്ലെങ്കിൽ ഫ്രീഡം, അങ്ങനെ കുറച്ച് കോൺസെപ്റ്റ് ക്ലാരിറ്റിയിലാണ് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്.
ഫോർ എക്സാമ്പിൾ കോൺസ്റ്റിറ്റ്യൂഷണലിസം എന്നുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷണലിസം എന്താണ്, അങ്ങനത്തെ കുറച്ച് ഐഡിയാസ് ഇതൊക്കെ വായിക്കണം, മനസ്സിലാക്കണം. പിന്നെ എല്ലാവരും പറയുന്ന ബൈബിൾ എന്നൊക്കെ പറയുമ്പോൾ ഇന്ത്യൻ പൊളിറ്റി വായിക്കുക, വേറെ വഴിയൊന്നുമില്ല, ഇത് വായിക്കുക. ഇത് വായിക്കുമ്പോഴും നിങ്ങൾ ആദ്യം പോയി ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്, അടുത്ത പ്രിയാമ്പിൾ അങ്ങനെ വായിക്കാതിരിക്കുക. പകരം ഇതെങ്ങനെ വായിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ ആദ്യം എന്ത് ചെയ്യുക, പ്രസിഡന്റിന്റെ വായിക്കുക, യൂണിയൻ എക്സിക്യൂട്ടീവ് ഫിനിഷ് ചെയ്യുക, യൂണിയൻ ലെജിസ്ലേച്ചർ എന്നിട്ട് ഫിനിഷ് ചെയ്യുക. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, അങ്ങനെ ഒരു യൂണിയൻ എക്സിക്യൂട്ടീവിന്റെ ഫിനിഷ് ചെയ്തതിനു ശേഷം യൂണിയൻ ലെജിസ്ലേച്ചർ ഫിനിഷ് ചെയ്യുക, പിന്നെ ജുഡീഷ്യറി വായിക്കുക, അതിനുശേഷം ഈ ലോക്കൽ ബോഡീസ് വായിക്കുക, പിന്നെ അങ്ങനെ ഇലക്ഷൻസ് വായിക്കുക. എന്നിട്ട് അത് കഴിഞ്ഞ് നിങ്ങൾക്ക് വേണമെങ്കിൽ പോയിട്ട് ഈ പറഞ്ഞ ഫസ്റ്റ് പ്രിയാമ്പിൾ വായിക്കാം, കോൺസ്റ്റിറ്റ്യൂഷന്റെ ആദ്യത്തെ വായിക്കാം, ഫണ്ടമെന്റൽ റൈറ്റ്സ്, DPSP, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, ഇങ്ങനെ വായിക്കാൻ ശ്രമിക്കാം. അല്ല നിങ്ങൾ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ തന്നെ തുടങ്ങിയില്ലേ, നിങ്ങളെ പറഞ്ഞു വിടുകയൊന്നുമില്ലാരും. അങ്ങനെ തുടങ്ങണം നിർബന്ധമില്ല. നിങ്ങൾക്ക് ഏതാണ് സൂട്ടബിൾ, നിങ്ങൾക്ക് ഇപ്പോൾ ഇത് ചാപ്റ്റർ എടുക്കാൻ പറ്റി ഇഷ്ടപ്പെട്ട് വായിക്കുക. എനിക്ക് ഇഷ്ടമുള്ള എമർജൻസി പ്രൊവിഷൻസ് ആണ്, എനിക്ക് ഞാൻ എമർജൻസി പ്രൊവിഷൻ വായിക്കുന്നു, നോട്ടുണ്ടാകും, കൃത്യമായി പഠിക്കുക, അത് പഠിക്കുക, അടുത്ത ആരും നോക്കുക. അല്ല ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് തൊട്ട് വായിച്ച് വന്നാലും നിങ്ങൾക്ക് അത് മനസ്സിലാവണം നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ ഇത്ര NCERT ഫോളോ ചെയ്ത് പോകുന്ന ഒരു ആസ്പിറന്റ് ആണെങ്കിൽ ഒബ്വിയസ്ലി ഞാൻ ചാലഞ്ച് ചെയ്യുന്ന നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. വായിക്കുക, പഠിക്കുക, നോട്ട് ഉണ്ടാക്കുക, എന്തൊക്കെ വന്നാലും നോട്ട് ഉണ്ടാക്കുക, അതിലൊരിക്കലും കോംപ്രമൈസ് ചെയ്യല്ലേ. നിങ്ങൾക്ക് വേസ്റ്റ് ഓഫ് ടൈമാണ്. 1 മണിക്കൂർ വെറുതെ ഇരുന്നിട്ട് വായിച്ചു പറഞ്ഞാൽ ഞാൻ പഠിച്ചു എന്ന് പറയുന്ന കാര്യമൊന്നുമില്ല. രാത്രി ഒന്ന് കിടക്കുമ്പോൾ റിവൈസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ നോട്ട് ഉണ്ടാക്കി പറ്റൂ. അതിന് നിങ്ങൾ എന്തൊക്കെ എക്സ്ക്യൂസ് പറഞ്ഞാലും അത് വെറും എക്സ്ക്യൂസസ് ആണ്. നോട്ട്സ് എപ്പോഴും ഉണ്ടാക്കി തന്നെ പഠിക്കാറ്. നിങ്ങൾ ടൈം സേവിങ്ങിന് വേണ്ടിയാണ് പിന്നെ പറയുന്നത്, അല്ലാതെ ഈ പറഞ്ഞ പിന്നെയും ബുക്ക് എടുത്ത് വായിക്കാതിരിക്കാനാണ്. ദെൻ സയൻസ് ആൻഡ് ടെക്കിന് കുറച്ച് ബുക്സ്. ഇത് ഏതൊക്കെ സയൻസിൽ ഇപ്പോൾ ഏതൊക്കെ പുസ്തകങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്. കെമിസ്ട്രിയിൽ 14, ബയോളജിയിൽ 4 and 5, കെമിസ്ട്രി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർലി മെൻഷൻ ചെയ്ത് സയൻസുകൾ നിങ്ങൾ സയൻസിൽ അത്യാവശ്യം എല്ലാ ക്വസ്റ്റ്യൻസ് ഉണ്ട്. കാരണം സയൻസ് നമ്മൾ വായിക്കുന്ന വെച്ചാൽ സയൻസ് ക്വസ്റ്റ്യൻസ് വരുന്ന ഉപരി നമുക്ക് ഈ പറഞ്ഞ ഫോർ എക്സാമ്പിൾ സെൽ തെറാപ്പി എന്താണ് എന്നൊക്കെ അറിയുമ്പോൾ അതിൻ്റെ ഒരു കോൺസെപ്റ്റ് ആപ്ലിക്കേഷൻസ് മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടി സയൻസ് എപ്പോഴും ഫോളോ ചെയ്യുക. പിന്നെ എക്കണോമിക്സ് ഇമ്പോർട്ടൻ്റ് ആണ്. എക്കണോമിക്സിൽ ഈ ബുക്ക് പ്ലസ് നിതിൻ സിംഗാനിയുടെ ബുക്ക് ഉണ്ട്. നിതിൻ സിംഗാനിയുടെ പുസ്തകം ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇതാണ് ഇന്ത്യൻ എക്കണോമി റൂൾസ്. ഇതും ഈ പറഞ്ഞ ഇത്രയും ബുക്ക് വായിച്ചതിന് ശേഷം കോൺസെപ്റ്റ് ക്ലാരിറ്റി ആണ്. എക്കണോമിക്സ് കംപ്ലീറ്റ് കോൺസെപ്റ്റ്സ് ആണ്. കോൺസെപ്റ്റ് ഭയങ്കര കാര്യങ്ങൾ നടക്കും. ഫോർ എക്സാമ്പിൾ ഈ പറഞ്ഞ ഇതിനകത്ത് തന്നെ ഗവൺമെന്റ് ബഡ്ജറ്റിങ്, മണി ആൻഡ് ബാങ്കിങ് ഉണ്ട്, ഈ പറഞ്ഞ ഫിസിക്കൽ ഡെഫിസിറ്റ്സ് ഉണ്ട്, ഈ പറഞ്ഞ ഇൻഡസ്ട്രീസ്, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ക്ലിയർലി മെൻഷൻ ചെയ്യണം. നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യണം. ദെൻ ലാസ്റ്റ് ആണ് ഇത് ഫൈനൽ CSAT. ഞാൻ പറയാം ഒരു ഗെയിം ചേഞ്ചർ എന്നൊക്കെ പറയാം. UPSC എക്സാമിൽ ഗെയിം ചേഞ്ചർ ആണ്. പലരും നെഗ്ലക്ട് ചെയ്യാറുണ്ട്, പക്ഷെ നെഗ്ലക്ട് ചെയ്യരുത്. എൻ്റെ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റിലൊക്കെ ഞാൻ CSAT ഒന്നും നോക്കുക പോലുമില്ല, കാരണം എനിക്ക് മാത്സ് അറിയാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ ഒബിയസ്ലി ഞാൻ ഉദ്ദേശിച്ച മാത്സ് അല്ല ഈ മാത്സ്. അതുകൊണ്ട് നിങ്ങൾ ക്ലിയർലി പഠിക്കുക. ഈ ടാറ്റ മെഗ്രോ ഹില്ലിൻ്റെ CSAT മാനുവലുണ്ട്, നിങ്ങൾക്ക് ഈ പുസ്തകം വാങ്ങാം. അല്ലെങ്കിൽ ഈ പുസ്തകം നിങ്ങളൊന്നെങ്കിൽ ഇതോ ഞാൻ ഈ പറഞ്ഞ പിനാക്കിളിൻ്റെ SSC റീസണിങ്ങോ മാത്സോ ഇതൊക്കെ വാങ്ങിച്ച് വർക്കൗട്ട് ചെയ്യുക, ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളത്. പിന്നെ റീസണിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. നിങ്ങൾ ഈ വർക്കൗട്ട് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കും അറ്റ്ലീസ്റ്റ് ഒരു ദിവസം 1 hour, നിങ്ങൾ ഇന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, നിങ്ങൾ മാത്സിൽ അത്ര വീക്കാണെങ്കിൽ ഒരു 1 hour എക്സാമിന് വേണ്ടി ഒരു 1 hour മാത്സിന് വീക്കായിട്ട് ആൾക്കാരെ ഞാൻ പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക, ഡെയിലി ഒരു 2 to 3 ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു 2014 മുതൽ 2024 വരെ UPSC CSAT നടത്തിയിട്ടുള്ള PYQs കിട്ടും. ഇനി ഇത് കിട്ടുന്നില്ലാത്ത ആൾക്കാർക്ക് എൻ്റെ ടെലിഗ്രാം ചാനലുണ്ട്. ടെലിഗ്രാം ചാനലിൻ്റെ പേര് RK Talks എന്നാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ടെലിഗ്രാമിൽ പോയി സെർച്ച് ചെയ്താൽ ഇത് കിട്ടും. അതിൽ എനിക്കൊരു മെസ്സേജ് അയച്ചാൽ ഞാൻ എന്ത് ചെയ്യാം, അതിൽ ഈ പറഞ്ഞ കാര്യമെല്ലാം മെൻഷൻ ചെയ്ത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ഞാൻ എന്ത് ചെയ്യാം, ആ ഒരു CSATൻ്റെ ആ ഒരു മാനുവൽ അയച്ചു തരാം. അത് ജസ്റ്റ് ഒരു ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടും. അതായത് ഏതൊക്കെയാണ് സിമ്പിൾ ഇൻട്രസ്റ്റ് ആപ്റ്റിന് ചോദിച്ചത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് ഏതാണ്, നമ്പേഴ്സിന് ചോദിച്ച ചോദ്യങ്ങൾ, ഇതെല്ലാം ക്ലിയർലി അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇക്കാര്യങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക. ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നതിൽ പ്രത്യേക രീതിയുണ്ട്. നിങ്ങൾ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്ന പറയുമ്പോൾ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എടുത്തു, ഞാൻ അത് സോൾവ് ചെയ്തിട്ട് ആ കോൺസെപ്റ്റ് ക്ലിയർലി പഠിക്കുക കോൺസെപ്റ്റ്. എന്നിട്ട് ഈ കോൺസെപ്റ്റ് റിപ്പീറ്റ് ഇഷ്ടംപോലെ ദിവസം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, അപ്പോൾ റിപ്പീറ്റ് ചെയ്ത് മനസ്സിലാകും. ഇത് നിങ്ങൾ ഡെയിലി പ്രാക്ടീസിൽ ഇൻക്ലൂഡ് ചെയ്യുക. ഒരു ദിവസം ഒരു 15 മിനിറ്റ് കണ്ടുപിടി. ഇത്രയും പ്രിപ്പറേഷൻ ടൈമിൽ ഒരു 15 മിനിറ്റ്സ് കണ്ടുപിടി CSAT വേണ്ടി കൊടുത്താൽ മതി. ഏറ്റവും വീക്കായിട്ടുള്ള ആൾക്കാരാണ്, ചിലപ്പോൾ വീക്കായിട്ട് അത്യാവശ്യം മാത്സ് ഒക്കെ അറിയുന്ന ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാർക്ക് ഒരു എക്സാമിന് ഒരു 4 to 5 months ഉള്ളിൽ വരുന്ന സമയത്ത് ഇതൊക്കെ സോൾവ് ചെയ്ത് പോയാൽ മതി. അതുവരെ നിങ്ങൾക്ക് GS ഒക്കെ ഫോക്കസ് ചെയ്യാം. ഇല്ലാത്ത ആൾക്കാരെന്ന് പറയുന്നത് വീക്ക്നെസ് ഉള്ള ആൾക്കാർ നെഗ്ലക്ട് ചെയ്യില്ല. കാരണം നെഗ്ലക്ട് ചെയ്താൽ നിങ്ങൾ GSൽ എത്ര പഠിച്ച് ഫുൾ മാർക്ക് വാങ്ങിച്ചിട്ടും കാര്യമില്ല, നിങ്ങൾ CSAT ക്വാളിഫൈ ചെയ്യില്ലെങ്കിൽ. CSAT ക്വാളിഫൈ ആയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് അതിൽ പറഞ്ഞ 66 മാർക്സ് വേണം, അതായത് അറൗണ്ട് 33%. ഇല്ലെങ്കിൽ നിങ്ങൾ വെറുതെ അവിടെ പോയി ഇരിക്കുകയുള്ളൂ, ഒരു കാര്യമില്ല. അതുകൊണ്ട് CSAT ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത്ര രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചേ പറ്റും. പിന്നെ അതിൽ പറഞ്ഞ വേൾഡ് ഹിസ്റ്ററിയിൽ, ഈ വേൾഡ് ഹിസ്റ്ററി എന്ത് ചെയ്യണം, നിങ്ങൾ വേൾഡ് ഹിസ്റ്ററിയിൽ പ്രധാനമായിട്ട് ഈ NCERTയിലും കറണ്ട് അഫയേഴ്സും കൂടെ ഉള്ള കാര്യങ്ങൾ വേൾഡ് ഹിസ്റ്ററിയിൽ നോക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ, ഈ കണ്ടംപററി വേൾഡ് പൊളിറ്റിക്സും ഈ കാര്യങ്ങൾ പഠിക്കുക. ഇത്രയാണ് ബുക്ക് ലിസ്റ്റിനെ പറ്റി പറയാനുള്ളത്. ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. കാരണം ഇത്രയും ബുക്ക് ലിസ്റ്റ് നിങ്ങൾ വാങ്ങുക, കൃത്യമായിട്ട് നോട്ട് ഉണ്ടാക്കുക, പഠിക്കുക. നോട്ട് ഉണ്ടാക്കുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ ചാപ്റ്റർ പഠിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെ നോട്ട് ഉണ്ടാക്കും. ഇനി എങ്ങനെ NCERT വായിക്കണം എന്ന് ഓർഗനൈസ് ചെയ്യണം എന്നുള്ളത് ഞാൻ ഒരു ഐഡിയ, ഒരു ടിപ്പ് പറഞ്ഞുതരാം. അതായത് നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു പേപ്പർ എടുത്തിട്ട് ഒരു ജസ്റ്റ് A4 ഷീറ്റ് പേപ്പർ എടുക്കുക. ഒരു കോളത്തിൽ സബ്ജക്റ്റ് എഴുതുക.
ഒരു കോളത്തിൽ ബുക്ക്, ഇപ്പം നിങ്ങൾ എടുക്കുന്നത് ഏൻഷ്യൻറ്റ് ഇന്ത്യ ആണ്. ഓക്കെ, ഏൻഷ്യൻറ്റ് ഇന്ത്യയുടെ ഒരു ബുക്ക് ഞാൻ എടുത്തു, ഒരു NCERT എടുത്തു, തീംസ് ഇൻ ഫസ്റ്റ് തീംസ് ഇൻ വേൾഡ് ഹിസ്റ്ററി എടുത്തു. നിങ്ങൾ ഒരു വട്ടം വായിക്കുക, അത് ഈ കോളത്തിൽ ടിക്ക് ഇടുക. ഒരു വട്ടം ചുമ്മാ എടുത്തു, എനിക്കൊന്നും അറിഞ്ഞൂടാ, ഞാൻ എടുത്തു ചുമ്മാ, ഓക്കെ, വായിച്ചു 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 പോയി, എനിക്കൊന്നും മനസ്സിലായില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യുക, അതേ ബുക്ക് എടുക്കുന്നു, അതേ ചാപ്റ്റർ എടുക്കുന്നു, വായിക്കുന്നു, എന്തൊക്കെയൊക്കെ മനസ്സിലാവണമുണ്ട്. ശരി, എന്തെങ്കിലും മനസ്സിലായി മാർക്ക് ചെയ്ത് വെക്കുക. മൂന്നാമത്തെ വായിക്കുക. ഈ മൂന്നാമത്തെ നിങ്ങൾക്ക് മനസ്സിലാവാതിരിക്കൂല. നിങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്ത് ഡിറ്റർമൈൻഡ് ആയിട്ട് അവിടെ ഇരിക്കുന്ന ഒരു ആസ്പിറന്റിന് മനസ്സിലാവാതിരിക്കൂല, മനസ്സിലാകും. മനസ്സിലായില്ല എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇനി ഇത്രയും വായിച്ചു, മനസ്സിലാവാത്ത ആൾക്കാർ അവിടെ, ഇനി ഞാൻ ഇപ്പോൾ വരാം. ഇത്രയും വായിച്ച ആൾക്കാർ തേർഡ് റീഡിങ്ങിൽ എന്ത് ചെയ്യണം, തേർഡ് റീഡിങ്ങിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കംപ്ലീറ്റ് ഇത് ചെയ്യാൻ പറ്റും, ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് തന്നെ എന്ത് ചെയ്യുക, ഒരു 120 days എന്ന് പറഞ്ഞ ടാർഗറ്റ് വെക്കുക. എന്നിട്ട് നിങ്ങൾ എത്ര മണിക്കൂറാണോ ഈ ഫസ്റ്റ് റീഡിങ് സെക്കൻഡ് റീഡിങ് എടുത്ത് ഒരു ബുക്ക് കംപ്ലീറ്റ് ചെയ്യുക, ഒരു ചാപ്റ്റർ എടുത്ത് ഇതേ സമയം തന്നെ നിങ്ങൾ എല്ലാ ദിവസവും ഡെഡിക്കേറ്റ് ചെയ്ത് കൊടുത്ത് 120 days കംപ്ലീറ്റ് ചെയ്യുക. ഈ 120 days പറ്റൂല, എന്നെ കൊണ്ട് പറ്റൂല എന്നെ കൊണ്ട് പറ്റൂല എന്നൊക്കെ പറഞ്ഞാൽ ഒരു കാര്യം പറയാം, നിങ്ങൾക്ക് ഇപ്പം ലാസ്റ്റ് അറ്റംപ്റ്റ്, ഇതാണ് നിന്റെയൊക്കെ അവസാനത്തെ അറ്റംപ്റ്റ് എന്ന് വിചാരിച്ചു. എക്സാം എഴുതാൻ പറ്റൂല ഇത് കഴിഞ്ഞാൽ, എന്നെ കൊണ്ട് ഇത് എക്സാം എഴുതാൻ ഇത് കഴിഞ്ഞാൽ പറ്റൂല, എൻ്റെ ലാസ്റ്റ് അറ്റംപ്റ്റ് ആണെന്ന് കുത്തിയിരുന്ന് പഠിക്കാൻ പറ്റും. കാരണം ഇതൊരു ഡ്രീം ഓഫ്, ചില ആൾക്കാരുടെ ഡ്രീമാണ്, ചിലർക്കൊരു ആഗ്രഹത്തിനപ്പുറത്ത് സ്വപ്ന ആൾക്കാരും ഉണ്ട്, ചിലർ ആഗ്രഹമാണ്. കാരണം നമുക്ക് ലൈഫിൽ ഏറ്റവും കൂടുതൽ ടോപ്പ് പൊസിഷൻ ആയിരിക്കും അത്. അപ്പോൾ അതൊക്കെ ഓരോ ആൾക്കാരുടെ ഇഷ്ടം അനുസരിച്ചാണ്. പക്ഷെ നിങ്ങൾക്ക് ലാസ്റ്റ് അറ്റംപ്റ്റ് ആയിട്ട് ചിന്തിച്ചിട്ട് ഒരു 1 year കൊടുക്കുക, എന്നിട്ട് പറ്റുന്നുള്ള പിന്നുള്ള കാര്യം. പക്ഷേ ഈ പറഞ്ഞ പ്രോസസ്സ് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക, പ്രോസസ്സ് ട്രസ്റ്റ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യും, നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. അതായത് ഈ പ്രോസസ്സാണ് നമ്മൾ മെയിൻലി നോക്കണം, അല്ലാതെ ഇപ്പോൾ എക്സാം ക്രാക്ക് ചെയ്യുമോ എന്നുള്ള പ്രോസസ്സ് നിങ്ങൾ ട്രസ്റ്റ് ചെയ്ത് എക്സാം ഈസിലി ക്രാക്കായി പോകും. മനസ്സിലായില്ലേ? പിന്നെ ഇനി കുറച്ച് ആൾക്കാർ ഞാൻ ഇവിടെ ഇരുത്തിയിട്ടുണ്ടായിരുന്നു, വായിച്ചിട്ട് മനസ്സിലാവാത്ത ആൾ. അങ്ങനെ ആൾക്കാർക്ക് ഞാൻ ഒരു ഐഡിയ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഈ പറഞ്ഞ അൺഅക്കാഡമി എന്ന് പറഞ്ഞൊരു അൺഅക്കാഡമി IAS ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ് ഞാൻ ഫോളോ ചെയ്യുന്ന യൂട്യൂബ് ചാനലാണ് അൺഅക്കാഡമിയുടേത്. ആ ഫാക്കൽറ്റി സർക്കിളിലാണ് ഞാൻ ഒബ്വിയസ്ലി എല്ലാ കാര്യങ്ങളും പഠിച്ചത്. അപ്പോൾ അവർ NCERT ഫണ്ടമെന്റൽസ് എന്ന് പറയുന്ന ഒരു സീരീസ് അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മളൊക്കെ വായിക്കുന്ന NCERTs ഇല്ലേ, അതൊക്കെ അവർ ഓൾറെഡി വായിച്ച് മനസ്സിലാക്കി കാര്യങ്ങൾ കണ്ടന്റ് ചെയ്ത് നമുക്ക് കൃത്യമായിട്ട് രീതിയിൽ ആ കോണ്ടന്റ് എത്തിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ NCERT വായിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ആ അനാലിസിസ് കാര്യങ്ങൾ കാണുക. പിന്നെ കുറച്ച് ഐഡിയ കിട്ടും. ഇതിപ്പോൾ എല്ലാവർക്കും ചെയ്യാം, ഞാൻ പറയുന്നുള്ളൂ. കാരണം ഇതൊരു പ്രൊമോഷൻ ഒന്നുമല്ല, കാരണം ഞാൻ ഫോളോ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ ആസ്പിറൻസ് യൂസ്ഫുൾ ആയെന്ന് ഞാൻ പറയുന്നത്, ഞാൻ ഫോളോ ചെയ്യാറൊക്കെ ഉണ്ട്. അപ്പോൾ ഇക്കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഫോളോ ചെയ്ത് ആ കാര്യങ്ങൾ NCERT സെറ്റായി. എന്നിട്ട് എന്ത് ചെയ്യുക, ഞാൻ പറയാം 3 തവണ NCERT വായിക്കുക. അത് നിർബന്ധമായിട്ട് ഫസ്റ്റ് റീഡിങ് തേർഡ് റീഡിങ് 120 days വയ്ക്കുക. പിന്നെ ന്യൂസ് പേപ്പർ വായിക്കുക. അതായത് നിങ്ങളിപ്പോൾ കറണ്ട് അഫയേഴ്സ് വായിക്കുന്നതിൻ്റെ കൂടെ പാരലായിട്ട് എന്ത് ചെയ്യുക, NCERTയും കൂടെ കൊണ്ടുപോകണം. അതായത് ഇന്ന് കറണ്ട് അഫയേഴ്സ് വായിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇന്ന് ദ ഫസ്റ്റ് ഡേ ഇന്നാണ് ഞാൻ വീഡിയോ ചെയ്യുന്നതെങ്കിൽ ഇന്ന് നിങ്ങൾ വീഡിയോ ആണ് എനിക്കിന്ന് പഠിക്കണമെന്ന് തോന്നി നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ഇന്ന് മുതൽ തന്നെ കാര്യങ്ങൾ തുടങ്ങണം. അതായത് നാളത്തെ ന്യൂസ് പേപ്പർ നിങ്ങൾ വായിച്ചിരിക്കണം. വായിച്ചിട്ട് മനസ്സിലായില്ല എന്ന് പറയൽ, കാരണം ഇതിന് മുമ്പത്തെ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂസ് പേപ്പർ വായിക്കുന്ന കാര്യങ്ങൾ ക്ലിയർ, അപ്പോൾ ആ വീഡിയോ കണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അത് ക്ലിയർ ന്യൂസ് പേപ്പർ അന്നന്ന് വായിക്കുക. ന്യൂസ് പേപ്പറിൽ നിന്ന് കിട്ടുന്ന നോട്ട്സ്, നിങ്ങളിപ്പോൾ പൊളിറ്റിയുടെ നോട്ടാണ് നിങ്ങൾക്ക് ന്യൂസ് പേപ്പറിൽ നിന്ന് കിട്ടുന്നത്, ഞാൻ പറയാം L ഷേപ്പ് ഫോൾഡർ എടുക്കുക. L ഷേപ്പ് ഫോൾഡറിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു A4 ഷീറ്റ് പേപ്പർ എടുക്കുക. A4 ഷീറ്റ് പേപ്പറിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് മെൻഷൻ ചെയ്ത് അതിൽ നേരെ കയറ്റി വയ്ക്കുക. അതേപോലെ എല്ലാ സബ്ജക്റ്റും ചെയ്യുക. ഇതെന്താ, റിവൈസ്, റീഡ് ആൻഡ് റിവൈസ്, ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. സോ റിവൈസ് ചെയ്തേ പറ്റും. കാര്യങ്ങൾ റിവൈസ് ചെയ്തിരിക്കാൻ, നോട്ടും ഉണ്ടാക്കിയിരിക്കണം. പിന്നെ എന്താണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കി സമ്മറൈസ് ചെയ്ത് നിങ്ങൾക്ക് എന്താണ് ഇമ്പോർട്ടൻ്റ് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുക. വേറൊരാൾ നോട്ട് നോക്കല്, ഒരിക്കലും നോട്ടിനെ ബൾക്ക് ആക്കല്. നോട്ട് എപ്പോഴും ക്രിസ്പ് ആൻഡ് ക്ലിയർ കോംപ്രിഹെൻസീവ് ആയിരിക്കണം, ഒരിക്കലും ബൾക്ക് നോട്ട് ഉണ്ടാക്കരുത്. ദെൻ ടേക്ക് മോക്ക്, അതായത് ടീച്ച് സംവൺ എന്ന് പറയും. അതായത് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുമ്പം നിങ്ങൾ ഒരാളെ പഠിപ്പിക്കുക. നിങ്ങളിപ്പോൾ കമ്പൈൻ സ്റ്റഡി ഗ്രൂപ്പ്സോ ഫ്രണ്ട്സോ നിങ്ങൾക്ക് അങ്ങനെ ടീമുകളൊക്കെ കാണും, അങ്ങനെയൊക്കെ ഒരുമിച്ചിരിക്കുമ്പോൾ അവർ നിങ്ങളെ പഠിപ്പിക്കുക, അവർ നിങ്ങളെ പഠിപ്പിക്കുക, ക്വസ്റ്റ്യൻസ് നിങ്ങൾ കണ്ടുപിടിക്കുക. അപ്പം നിങ്ങളൊരാളെ പഠിപ്പിച്ച് നിങ്ങൾക്ക് എന്ത് പറ്റും, കാര്യങ്ങൾ പഠിക്കാൻ പറ്റും, കൂടുതൽ റിവൈസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ശ്രമിക്കുക. ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കും, ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കും. പക്ഷേ ഒരാൾ ടീച്ച് ചെയ്ത് പഠിക്കുന്നതെന്ന് വെച്ചാൽ സുഖവും കാര്യങ്ങളൊക്കെ അത് വേറെ, നമുക്കും കുറച്ച് അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ചും കൂടെ പാഷനായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ പറഞ്ഞു ഇതിൻ്റെയൊക്കെ NCERT മോക്ക് ടെസ്റ്റുകൾ ഈ പറഞ്ഞ സൈറ്റിലൊക്കെ കിട്ടും. ഈ NCERT മോക്ക് ടെസ്റ്റുകളൊക്കെ എടുക്കുക. ഈ മോക്ക് ടെസ്റ്റിന്റെ ഗുണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഐഡിയാസ് കിട്ടും മോക്ക് ടെസ്റ്റ് എടുക്കുമ്പോഴത്തേക്ക്. എന്ന് വെച്ചാൽ പഠിച്ചിട്ട് കാര്യം, നമ്മൾ പരീക്ഷ എഴുതണം. പഠിച്ചതിൽ മാത്രം കാര്യമൊന്നുമില്ല, കാരണം പഠിച്ചത് തന്നെ ചോദിക്കൂല പരീക്ഷയ്ക്ക്. നിങ്ങൾ മനസ്സിലായി, പഠിച്ച കാര്യം തന്നെ ചോദിക്കണമെന്നില്ല. ലോജിക്ക് അറിയാൻ അനാലിസിസ് വെച്ച് നമ്മൾ ആ കുറേ ക്വസ്റ്റ്യൻ പേപ്പർ ക്രാക്ക് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചതിനെ കുറച്ചും കൂടി ഈസി അനലൈസ് ചെയ്യാൻ വേണ്ടി മോക്ക് ടെസ്റ്റുകൾ, കൂടുതൽ മോക്ക് ടെസ്റ്റ് എടുക്കുക. NCERT മോക്ക് ടെസ്റ്റ് ഒക്കെ പറഞ്ഞ് നമ്മൾ യൂട്യൂബിലോ അവിടെ ഇവിടെയൊക്കെ സെർച്ച് ചെയ്ത് നമുക്ക് ഇപ്പോൾ ടെലിഗ്രാം ചാനൽസ് ഇഷ്ടംപോലെ റിസോഴ്സസ് ഉണ്ട്. നിങ്ങൾക്ക് എന്താ അങ്ങനെ ആവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി റിസോഴ്സസ് കണ്ടുപിടിച്ച് ചെയ്യുക. ഇത് നിങ്ങൾ ക്ലിയർലി ചെയ്യുക, ഇതിൽ ഒരു മാറ്റവും വരുത്താതിരിക്കുക. ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും നിങ്ങൾ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം, നമുക്ക് റിപ്ലൈ ചെയ്യാൻ കാര്യങ്ങൾ തരുന്നതാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ ഫോളോ ചെയ്യുക.
മുമ്പ് ഒരു വീഡിയോ ചെയ്ത സ്ട്രാറ്റജി വീഡിയോ എന്ന രീതിയിൽ അത് ആ ടൈം ടേബിൾ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് NCERT ബുക്കുകൾ വാങ്ങാനും കാര്യങ്ങളൊക്കെ ഈ വീഡിയോ യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പ്ലസ് നിങ്ങൾക്ക് ഏതെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ ചോദിക്കാം. എന്നെ കൂടെ പറ്റുന്ന രീതിയിൽ ഹെൽപ്ഫുൾ ആണ് ഞാൻ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുക. ഇതിൽ എനിക്ക് അവസാനം നിങ്ങളത് പിന്നെയും പറയാനുള്ളത് മേക്ക് നോട്ട്സ്. നോട്ട് ഉണ്ടാക്കാതിരിക്കരുത്. കാരണം നിങ്ങളെ നോട്ടേ നിങ്ങൾക്ക് നാളെ അവസാനം യൂസ്ഫുൾ ആയിട്ട് വരും. അതുകൊണ്ട് അപ്പം പഠിക്കുമ്പോൾ അപ്പം നോട്ടുകൾ ഉണ്ടാക്കി പോകാൻ ശ്രമിക്കുക. സോ താങ്ക് യു. ഇതിനു വേണ്ടി മുമ്പോട്ട് കുറേ ഇനിഷ്യേറ്റീവ്സ് ഞാൻ ചെയ്യുന്നതാണ്. സോ എനിവേ താങ്ക് യു ഫോർ യുവർ ടൈം. സോ നമുക്ക് കാണാം. സോ ഇഫ് യു ലൈക്ക് ദോസ് ഇനിഷ്യേറ്റീവ്സ് പ്ലീസ് സബ്സ്ക്രൈബ് ടു യൂട്യൂബ് ചാനൽ. എന്തെങ്കിലും വേറെ ഇനിഷ്യേറ്റീവ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ടെലിഗ്രാം ചാനലോട് ഷെയർ ചെയ്യുന്നതാണ്. സോ എനിവേ താങ്ക് യു.